കേസെടുക്കാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയ കേസാണ്. എന്നാൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പാറക്കൽ അബ്ദുള്ളയും അതുപോലെ ഷാഫി പറമ്പിലിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും എല്ലാം വലിയ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ട് ചില പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, രോഗികളായ അച്ഛനെയും അമ്മേനെയും ഭീഷണിപ്പെടുത്തുക, ഇതൊരു സ്ഥിരം ഏർപ്പാടായി വടകര പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഇബ്രാഹിം ഹാജി ഈ സുധീർ കുമാറിൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ളൊരു കേസിൽ വടകര പോലീസിൻ്റെ ഭാഷ്യം എന്താണ്? ഇതൊരു സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനാണ് വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ മനഃപൂർവ്വം വേട്ടയാടുകയാണ് വടകര പോലീസ് എന്ന CPM. ചിലരുടെ ഒത്താശയോടെയാണ് പോലീസിന്റെ പ്രവൃത്തി. എന്നാൽ ഇതിനെ കൊണ്ടൊന്നും പാർട്ടിയെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും വരെ പോരാട്ടം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വടകരയിൽ CPMനെതിരായി DYFI സഖാക്കൾക്കെതിരായി വടകര പോലീസ് സ്വീകരിച്ചു വരുന്ന നിയമരഹിതമായ പ്രവർത്തനങ്ങൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരണം എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ട്. വടകരയിലെ പോലീസ് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം CPM പ്രവർത്തകന്മാർക്കെതിരെ, DYFI സഖാക്കെതിരെ എല്ലാ തരത്തിലുമുള്ള കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പോലീസ് അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ വടകരയിലും പരിസര പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് ശൈലജ ടീച്ചർക്കെതിരായി അവരെ പരാജയപ്പെടുത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടനവധി കള്ളപ്രചാരണങ്ങൾ, അപവാദ പ്രചാരണങ്ങൾ എല്ലാം പ്രചരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ കള്ളപ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സജീവ പ്രവർത്തകന്മാരാണ് എന്ന് തെളിയിക്കപ്പെടുകയും അതിൽ പലരുടെയും കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ UDFൻ്റെ ന്യൂമാഹിയിലെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അസ്ലം, TH അസ്ലം ഇങ്ങനൊരു സ്ത്രീ വിരുദ്ധ പ്രചാരവേല നടത്തിയതിൻ്റെ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായി ശൈലജ ടീച്ചറെ അപവാസ്യപ്പെടുത്തുന്നതിനെതിരായി അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തിയ ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ, അതിനെതിരായി അതിൽ കേസ് നടക്കുകയും ആ കേസിൽ ഇദ്ദേഹത്തെ 25,000 രൂപയ്ക്ക് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്, പിഴ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വ്യാജ പ്രചരണം നടത്തിയതിന്, വർഗീയ പ്രചരണം നടത്തിയതിന് മെർലിൻ തോമസ് എന്ന ആളെ, അത് UDFൻ്റെ കാര്യമായ നേതാവാണ്. അയാളെ കോടതി 15,000 രൂപ പിഴ വിധിച്ചുകൊണ്ടാണ് അയാളുടെ കേസിന് തീർപ്പിലാക്കിയത്. അതുപോലെ തന്നെ കാന്തപുരം AP സുന്നിയുടെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കോടതി അതാ സമയത്ത് UDFൻ്റെ നേതാക്കന്മാർക്കെതിരായി, യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാർക്കെതിരായി കേസ് ചുമത്തുകയും ആ കേസുകളൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാഫർ സ്ക്രീൻഷോട്ട് നേരത്തെ തന്നെ പോലീസ് ഈ സംവിധാനത്തെ പറ്റി അന്വേഷിക്കുകയും കേസെടുക്കാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയ കേസാണ്. എന്നാൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പാറക്കൽ അബ്ദുള്ളയും അതുപോലെ ഷാഫി പറമ്പിലിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും എല്ലാം വലിയ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ട് ചില പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച്, ചില പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നത് നേരത്തെ തന്നെ മറ്റ് കാലങ്ങളിൽ മുൻകാലങ്ങളിൽ CPM തകർക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അങ്ങനെയുള്ള ചില പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞുപിടിച്ച് ഇവിടെ SIT രൂപീകരിച്ചു. അങ്ങനെ SIT രൂപീകരിച്ചതിന് ശേഷം വടകരയിലെ DYFI പ്രവർത്തകന്മാരെ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. രാവിലെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ അന്വേഷണ പ്രഹസനം നടത്തി വൈകുന്നേരം പോകാൻ പറയുക. എങ്ങനെയാണ് അന്വേഷണം? ഇങ്ങനെ വിളിച്ചു വരുത്തിയ 16ഓളം DYFI സഖാക്കളുണ്ട്. വടകര പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? നിനക്ക് മക്കളുണ്ടോ, മകനുണ്ടോ, മകളുണ്ടോ, ഭാര്യയുണ്ടോ, അച്ഛനുണ്ടോ, അമ്മയുണ്ടോ? ഇവരെയെല്ലാം ഒന്ന് മനസ്സിൽ കണ്ടു നോക്ക്. ഇവരെയെല്ലാം നിനക്ക് നാളെയും കാണണ്ടേ? അങ്ങനെ നാളെയും കാണണമെങ്കിൽ ഈ കേസിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ നിന്നെ കേസിൽ പ്രതിയാക്കില്ല, നിന്നെ ഞങ്ങൾ രക്ഷിച്ചു തരും. ഇങ്ങനെ വിളിച്ചു ചേർത്ത് കൊണ്ടുപോയിട്ടുള്ള എല്ലാ DYFI സഖാക്കളോടും ഈ പോലീസിൻ്റെ അന്വേഷണം, അതായത് വലിയ തോതിലുള്ള ഭീഷണി, ഈ കേസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ KK ലതികയെ അറിയോ? KK ലതിക വടകരയിൽ വന്നിട്ടുണ്ടോ എന്ന രൂപത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് KK ലതികയെ പ്രതി ചേർക്കണം, അതുപോലെ CPM പ്രവർത്തകന്മാരെ നേതാക്കന്മാരെയും പ്രതി ചേർക്കണം, അതുപോലെ DYFI പ്രവർത്തനം ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് UDFൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ആണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന തിരുവള്ളൂരിലെ DYFI പ്രവർത്തകൻ, ആ പ്രവർത്തകനെ ഒരു ദിവസം, പല ദിവസവും വിളിച്ചു വരുത്തി. അങ്ങനെ ഒരു ദിവസം രാവിലെ പോലീസ് വിളിച്ചു വരുത്തി. അയാളെ വിളിച്ച സമയത്തെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ വിളിച്ചു വരുത്തി, വൈകുന്നേരം ഇയാളെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത ദിവസം വടകര പോലീസ് സൂപ്രണ്ടിൻ്റെ പ്രഖ്യാപനവും പത്രസമ്മേളനവും നമ്മൾ കേട്ടതാണ്. ആ പത്രസമ്മേളനത്തിൽ സൂപ്രണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജിതിൻ ഭാസ്കറിൻ്റെ ഫോണിൽ വെച്ചല്ല ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജിതിൻ ഭാസ്കറാണ് ഇത് ചെയ്തത് എന്ന് ഒരു തെളിവും പോലീസിനില്ല. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തത് തെളിവുണ്ടാക്കാനാണ്. എങ്ങനെ തെളിവുണ്ടാക്കണം? ഭീഷണിപ്പെടുത്തി, അതുപോലെ മറ്റ് പോലീസ് മുറകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവനെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. അതിനുവേണ്ടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് ചെയ്തു. 3-4 ദിവസം പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ചു. അതിനുശേഷം ഇന്ന് 16ാമത്തെ ദിവസമാണ്. ഇതുവരെ അയാൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വിവിധ കുറുക്ക് വഴികൾ ആയിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആളുകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് വീണ്ടും ആളുകളെ കൂട്ടിക്കൊണ്ടുപോയും വിളിച്ചു വരികയും ചെയ്യുകയാണ്. അതിനുശേഷം ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തു. അങ്ങനെയുള്ള വീടുകളിൽ ഇപ്പം പോലീസ് എന്താ ചെയ്യുന്നത്? രാത്രിയും പകലും 3-4 വണ്ടി പോലീസ് പോയിട്ട് കയറി നിരങ്ങുകയാണ്. ആ വീടുകളിലൊക്കെ ആ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ
സ്വൈര ജീവിതം നിഷേധിക്കുകയാണ്. ആളുകൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ എല്ലാ വീടുകളിലും പോയിട്ട് ഇത്തരം ആരോപിക്കപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇവർ കൊടുത്ത ലിസ്റ്റിൽ ഉള്ള ആളുകളുടെ വീട്ടിൽ പോയി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, അച്ഛനെയും അമ്മേനെയും, രോഗികളായ അച്ഛനെയും അമ്മേനെയും ഭീഷണിപ്പെടുത്തുക. ഇതൊരു സ്ഥിരം ഏർപ്പാടായി വടകര പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഇതുവഴി വടകരയിലെ കമ്മ്യൂണിസ്റ്റ് CPM പ്രവർത്തനത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നാണ് UDFൻ്റെ വടകരയിലെ ചില നേതാക്കന്മാരുടെയും പാറക്കൽ അബ്ദുള്ളയുടെയും ഷാഫി പറമ്പിലിൻ്റെയും അതിന് തുള്ളിക്കൊടുക്കുന്ന വടകരയിലെ പോലീസുകാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഭാവമെങ്കിൽ, വിശ്വാസമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പോലീസിൻ്റെ ഒരു ഭാഗത്തുള്ള നടപടിയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എന്നാൽ മറുഭാഗത്ത് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു UDFൻ്റെ തട്ടിപ്പ് സംഘം ഈ വടകരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് DCCയുടെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും തുടങ്ങിയവരാണ്, ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ടവരാണ്. ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒരുപാട് പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട ഒരാളാണ് തിരുവള്ളൂരിലെ ഇബ്രാഹിം ഹാജി. അയാളുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവിടെ കൊണ്ടെടുത്തത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാളുടെ നിക്ഷേപം തിരിച്ചു ചോദിച്ചപ്പോൾ ഇവർ കൊടുക്കാൻ തയ്യാറായില്ല. ഒരു ഉറുപ്പിക പോലും അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അയാൾ എല്ലാ വാതിലും മുട്ടി, പോലീസിൻ്റെ വാതിൽ മുട്ടി, അതുപോലെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ മുട്ടി, ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ വാതിൽ മുട്ടി. എന്നിട്ടൊന്നും പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള DCCയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഉത്തരവാദപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള സുധീർ കുമാറിൻ്റെ വീട്ടിൽ 3 or 4 പ്രാവശ്യം പോയി എൻ്റെ പൈസ തരണം, എൻ്റെ നിക്ഷേപം തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നിട്ടും ഒരു ഉറുപ്പിക അയാൾ തിരിച്ചു കൊടുത്തില്ല. അവസാനം അയാൾ ആത്മഹത്യ ചെയ്യും, നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ വന്ന് ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ ആയിട്ടും സുധീർ കുമാറിന് ഈ വയോവൃദ്ധനിൽ നിന്ന് സ്വീകരിച്ച പണം, അയാൾക്ക് ജീവിക്കേണ്ട പണം അയാൾ തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ മനന്താണ് കഴിഞ്ഞ ദിവസം ഇബ്രാഹിം ഹാജി ഈ സുധീർ കുമാറിൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ആത്മഹത്യ ചെയ്തത്. എന്താണ് ആ കേസ് ഇപ്പോൾ ഉള്ളത്? ഇങ്ങനെയുള്ളൊരു കേസിൽ വടകര പോലീസിൻ്റെ ഭാഷ്യം എന്താണ്, കണ്ടെത്തൽ എന്താണ്? ഒരു സ്വാഭാവിക മരണം. ഇതൊരു സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനാണ് വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത്. ഇന്ന് വരെ ഒരാളുടെയും പേരിൽ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചുമത്താൻ വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സ് വന്നിട്ടില്ല. ആരെ രക്ഷിക്കാനാണ്? ആരെയാണ് ഇവർ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് നടത്തിയ UDFൻ്റെ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ രക്ഷിക്കാനുള്ള നടപടിയാണ്, വൃത്തികെട്ട നടപടിയാണ് വടകര പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അതിനകത്ത് വലിയ പ്രതിഷേധമുണ്ട്. വടകരയിൽ നിരവധി സമരങ്ങൾ അതിനെതിരായി നടന്നു, പോലീസിനെതിരായി നടന്നു. ഇവിടെ DYFI നടത്തി, CPM നടത്തി, അതുപോലെ തന്നെ LDFൻ്റെ നേതൃത്വം നടന്നു. ഇന്ന് തിരുവള്ളൂരിൽ വലിയ തോതിലുള്ള LDFൻ്റെ നേതൃത്വത്തിലുള്ള ബഹുജന കൺവെൻഷൻ നടക്കുകയാണ്, കൂട്ടായ്മ നടക്കുകയാണ്. ഈ രൂപത്തിലാണ് ഒരു ഭാഗത്ത് പോലീസുള്ളത്. ഇത് മാത്രമാണോ വടകര പോലീസ്? ഈ തോടന്നൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് സെൻറ്റർ, ഒരു ക്ലിനിക്ക്, ആ ക്ലിനിക്കിൽ അവിടെയുള്ള ജോലി ചെയ്യുന്ന ഒരു യുവതിയെ അവിടുത്തെ ഡോക്ടർ കയ്യേറ്റം ചെയ്തു, പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പച്ച പകല് എല്ലാവരും കാണെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഡോക്ടർ. ആ യുവതി പോലീസിൽ DYSPക്ക്, SP-ക്ക്, അതുപോലെ പോലീസിൽ പരാതി നൽകി. ഇന്നുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരന്വേഷണത്തിനും നടത്താനും, ഇയാൾ എവിടെയാണുള്ളത് എന്ന് അന്വേഷിക്കാൻ പോലും വടകരയിലെ പോലീസ് തയ്യാറായിട്ടില്ല.
ഈ സ്ത്രീവിരുദ്ധനെ, ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഈ ഡോക്ടർക്ക് അയാൾക്ക് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന വൃത്തികെട്ട സമീപനമാണ് വടകരയിലെ പോലീസ് കൈക്കൊണ്ടത്. സ്ത്രീപീഡനം ഇനിയും നടന്നു, ചെമ്മരത്തൂർ നടന്നു. അങ്ങനെ സ്ത്രീപീഡനം നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളവരെയെല്ലാം സംരക്ഷിക്കുന്ന നടപടികളാണ് വടകരയിലെ പോലീസ് അനുവർത്തിച്ചു വരുന്നത്. ഇതിനെതിരായി അതിശക്തമായ പോരാട്ടങ്ങളുമായി, പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് CPM വടകര ഏരിയ കമ്മിറ്റിയും LDF കമ്മിറ്റികളുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് തിരുവള്ളൂർ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ നടക്കും. നാളെ മുതൽ ഈ വടകര ഏരിയയിലെ, ഇന്ന് തന്നെ വടകര ഏരിയയിലെ ഞങ്ങൾക്ക് 22 ലോക്കൽ കമ്മിറ്റികൾ ഈ വടകര പാർട്ടി ഏരിയക്കുണ്ട്. ആ 22 ലോക്കലുകളിലും ഈ ഇന്നും നാളെയും വരുന്ന 5-ാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ അതിവിപുലമായ ബഹുജനങ്ങളുടെ പ്രതിഷേധവും രോഷവും പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം, ഇബ്രാഹിം ഹാജിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഈ DCC പ്രസിഡന്റ് സുധീർ കുമാറിനെതിരായി പേരിൽ മതോദ്യമത്തിന് കേസ് ചാർജ് ചെയ്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ കാരണക്കാരായ മുഴുവൻ ആളുകളുടെയും പേരിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ സ്വത്ത് കണ്ടുകെട്ടണം. സുധീർ കുമാറിൻ്റെയും അതുപോലെ ഇതിൻ്റെ സൊസൈറ്റിയുടെ ഭാരവാഹികളുടെയും സ്വത്തുകൾ കണ്ടുകെട്ടി ഈ നിക്ഷേപ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ പണം മുഴുവൻ വീതിച്ചു കൊടുക്കണം. പോരാത്തത് ഗവൺമെൻറ് കൊടുക്കണം. ഇങ്ങനെ മുഴുവൻ ആളുകൾക്കും നിക്ഷേപ തട്ടിപ്പിന് വിധേയമായ ഇരയായവർക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 16-ാം തീയതി മുതൽ വടകര RDO ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരം തുടങ്ങാൻ LDFൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നാളെയുമായിട്ട് അതിൻ്റെ പ്രാഥമിക യോഗങ്ങളും മറ്റും കാര്യങ്ങളും ചേർന്നുകൊണ്ട് അനിശ്ചിതകാല സമരം, ഇയാളുടെ പേരിൽ കേസ് എടുക്കുന്നതുവരെ, ഈ സുധീർ കുമാറിൻ്റെയും ഇതിന് തട്ടിപ്പ് വീരന്മാരുടെയും പേരിൽ കേസ് എടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 16-ാം തീയതി മുതൽ അടുത്ത മാസം വരെ 22 ദിവസം തുടർച്ചയായി ഈ സമരം വടകര RDO ഓഫീസിന് മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരം തുടരും. അത്തരം സമരങ്ങൾക്ക് എല്ലാവരുടെയും, എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും അതുപോലെ ഉണ്ടാകണം എന്നാണ് ഇതിൻ്റെ ഭാഗമായി അഭ്യർത്ഥിക്കുന്നത്. നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ